Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നാട്ടിലുള്ള ഒരു ഫിഷിൻ്റെ നമ്മുടെ സ്വന്തം പുഴമീൻ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഒരു വലിയ പുഴമീൻ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പുഴമീൻ. വലിയ പുഴമീനാണ്. ഒരു 2 കിലോനുണ്ട് ഏകദേശം. വരുന്ന വഴി കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അവിടെയുള്ള ആ പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഫ്രഷ് പുഴമീനാണിത്. നന്നായിട്ട് കല്ലുമ്മ ഉരച്ചിട്ട് ഇത് കഴുകിയിട്ടുള്ളതാണ്, അതിൻ്റെ ചെകിള എല്ലാം. അങ്ങനെ എന്തായാലും ഒരു പുഴമീൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പൊടികളാണ്. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ടാണ് ഞാൻ പറയുന്നത്, 2 സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പൊള്ളിക്കൽ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ, നാടൻ പെപ്പർ പൗഡറാണ്. പിന്നെ വേണ്ടത് വാളൻപുളി, അത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ എടുക്കണം. പിന്നെ വേണ്ടത് ഉപ്പാണ്, അത്യാവശ്യത്തിന് ഉപ്പ്, 2 നാരങ്ങയുടെ നീര്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി 3ഉം കൂടെ ഈക്വലായിട്ട് എടുത്തിട്ട് ചതച്ചെടുത്തതാണ്. ഏകദേശം ഒരു 3 കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയ പീസ്, ചുവന്നുള്ളി ഒരു 10 എണ്ണം, ഇങ്ങനെ ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് വലിയ ഉള്ളിയാണ്. ഒരു 6 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ളതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു 3-4 തക്കാളി. ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വേണ്ടത് വെളിച്ചെണ്ണയാണ്. അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ. ഫസ്റ്റ് മാരിനേഷൻ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് 2 സൈഡും തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പ് 2 സൈഡും തേച്ച് കൊടുക്കാം. എല്ലാതും കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഉപ്പ് തേച്ച് കൊടുക്കാൻ. ഫിഷിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആകുന്ന വിധത്തിൽ തേച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിരുന്നു. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയോളം എടുത്തിട്ട് മാരിനേഷന് യൂസ് ചെയ്യാം. ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നമുളക് ചതച്ചത് അതിൽ നിന്ന് എടുത്തിട്ട് അതും 1 ടേബിൾ സ്പൂൺ മതി. ഇപ്പോൾ മറ്റേതൊക്കെ നമുക്ക് ആ വഴറ്റുന്ന ടൈമിൽ ചേർക്കാനുള്ളതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടി എടുത്തിരുന്നു. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാരിനേഷൻ ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഉപ്പൊക്കെ ഒന്നും കൂടെ നന്നായി പിടിക്കും. അത് കാരണമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. 2 ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കാം. നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും സെയിം പോലെ തന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ്. ഒരു സൈഡ് 1 ലെമൺ, മറ്റേ സൈഡ് വേറൊരു ലെമൺ. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഞാനിവിടെ നല്ല കട്ടിയുള്ള ദോശച്ചട്ടിയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമ്മുടെ പുഴമീൻ ആഡ് ചെയ്ത് കൊടുത്ത് തീ നന്നായിട്ട് കത്തുന്നുണ്ട്. മാത്രമല്ല ആ ദോശക്കല്ല് നല്ല കട്ടിയുള്ള ദോശക്കല്ലാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരും ഫിഷൊക്കെ. 5 മിനിറ്റിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് മതിയാവും, കാരണം ഓൾറെഡി കുക്ക്ഡാണ്, പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം അതേ ഓയിൽ തന്നെ, ആ ഫിഷ് പൊരിച്ചെടുത്ത അതേ ഓയിൽ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചതച്ചെടുത്തല്ലോ, ആ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീടാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളിയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ മസാലക്കൊരു കളർഫുൾ ടെക്സ്ചർ കിട്ടും. ആ പച്ചമുളകിൻ്റെ പച്ച കളറും തക്കാളിയുടെ ചുവന്ന കളറൊക്കെ ആകുമ്പോൾ ഒരു നല്ല കളർഫുള്ളാവും നമ്മുടെ മിക്സ്. ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു, പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പെപ്പർ പൗഡർ വീട്ടിൽ കുരുമുളക് പൊടിച്ചെടുത്തതാണ്, അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുരുമുളക്, വേപ്പില ഒക്കെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ല് ഒക്കെ ഉണ്ടാവും. വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഈ മിക്സിൽ ആഡ് ചെയ്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടും, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പുളി, വാളൻ പുളി, അതിൻ്റെ വെള്ളമാണ് ഇത് ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിലാണ് നമ്മൾ മീൻ പൊള്ളിക്കാൻ പോണത്. അപ്പോൾ ഈ വെള്ളം ഈ മസാലയിലോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല പുളിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായി അരയേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഇലയിലോട്ട് ആഡ് ചെയ്യാം. ഇലയിലോട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് വേപ്പില വെക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേപ്പില കുറച്ച്
രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. മസാല കൂട്ടിയിട്ട് നമ്മൾ പീസ് എടുത്തിട്ട് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. ആ പുളിയുടെ ഒക്കെ ആ ഫ്ലേവറും ഉണ്ട്. മസാല പിന്നെ നമ്മളൊന്ന് അരച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ അധികം ഉള്ളിയുടെ ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും പുഴമീൻ കൊണ്ട് വേണമെന്നില്ല, നോർമൽ ഫിഷിൽ തന്നെ ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. Try to serve it like Shani.